യെസ്, ഇപ്പോൾ സെൻസ് ചെയ്യുന്നുണ്ട്. ലോ ആയിരിക്കുന്നിടത്തോളം കാലം വയലിനകത്ത് എന്താണോ ഉള്ളത് അത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻസ് ചെയ്യുമ്പോൾ നമുക്കതിനെ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസിൻ്റെ ഇൻ്റർഫേസിംഗ് ആണ്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. വാട്ട് ഈസ് എ സെൻസർ? അങ്ങനെ ചോദിച്ചാൽ സെൻസർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ആണെങ്കിലും നമ്മളുടെ കാറിൻ്റെ സെൻസർ കംപ്ലൈൻ്റ് ആയി, സെൻസർ റീപ്ലേസ് ആയി. അപ്പോൾ സെൻസർ അത് തന്നെയാണ്. നമ്മൾക്ക് സെൻസർ ഉപയോഗിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാം. വീഡിയോ എപ്പിസോഡ് 45 സെയിം വയറിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേൻ്റെ വയറിംഗ് കഴിഞ്ഞാൽ അഡീഷണലി ഒരു സെൻസർ കണക്ട് ചെയ്യണം. അപ്പോൾ സെൻസറിൻ്റെ 3 വയറാണ് കാണുന്നത്. അതിനകത്ത് സെൻസറിന് ഗ്രൗണ്ട് VCC കണക്ട് ചെയ്യണം. പിന്നെ ഔട്ട്പുട്ട് D6 കണക്ട് ചെയ്തിട്ടുള്ളത്. ഡയഗ്രത്തിൽ കാണാൻ പറ്റും. സോ ഇതാണ് 3 കണക്ഷൻസ്. ഇനി നമുക്ക് കോഡിങ് ചെയ്യാം. മൈക്രോചിപ്പ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. ഇനി ഫയലിൽ പോയിട്ട് ന്യൂ പ്രോജക്റ്റ്, ഇവിടെ C++, ഇവിടെ AVR X8C ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്. ഇവിടെ നമുക്ക് സെൻസർ എന്ന പേര് കൊടുക്കാം. സെൻസർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ കൊടുത്താൽ ടാർഗറ്റ് സെലക്ട് ചെയ്യാം. Atmega 3280p സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ പഴയ കോഡിൽ നിന്നും 2 ഫയൽ കൊണ്ടുവരാനുണ്ട്. ഇതിനു മുമ്പ് ചെയ്ത 7 സെഗ്മെൻറ്റിൻ്റെ കോഡിൽ നിന്ന് 7 segment.c 7 segment.h ഈ 2 കോഡും കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കോഡ് സെൻസർ 1 ഇതിനകത്ത് ഇതിൻ്റെ മെയിൻ ഫയൽ എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ പാരലലായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി കോഡിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ സെൻസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ആഡ് എക്സിസ്റ്റിംഗ് ഐറ്റം 7 segment.c .h ഫയൽ ഇവിടെ ആഡ് ചെയ്തില്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഹാഷ് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഇൻക്ലൂഡ് ആവും. ഹാഷ് ഇൻക്ലൂഡ് 7 segment.h നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യം സാധാരണ ചെയ്യുന്ന പോലെ util delay.h ആവശ്യമുണ്ട്. util delay.h. അപ്പോൾ അതിനിവിടെ ഒരു ഡെഫിനേഷൻ കൊടുക്കാനുണ്ട്, ഹാഷ് ഡിഫൈൻ. ഓക്കെ, ഇനി നമ്മളുടെ സാധാരണ കഴിഞ്ഞ കോഡിൽ ചെയ്ത പോലെ പിൻ ഔട്ട്പുട്ടാണോ ഇൻപുട്ടാണോ എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. പോർട്ട് ബിയിൽ എല്ലാ പിന്നും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ പിന്നിനെയും ഔട്ട്പുട്ടാക്കി. പോർട്ട് ഡിയിൽ 7 ഉപയോഗിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് ഒരു പിൻ പോർട്ട് ഡിയിലെ 7 മാത്രം. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മാത്രം 1 ആക്കി, ബാക്കിയെല്ലാം 0 ആക്കി. ഇനി നമുക്ക് നമ്മളുടെ റെഡിമെയ്ഡ് ഫംഗ്ഷൻ 7 segment ഡിസ്പ്ലേ ആയിരുന്നോ ഡിസ്പ്ലേ എന്നായിരുന്നു? വെറും ഡിസ്പ്ലേ എന്നായിരുന്നു. ഓക്കെ, ഇതിനകത്ത് ഒരു നമ്പർ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. സിംപ്ലി ഇതിനെ നമ്മൾക്ക് ഫ്ലാഷ് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ കഴിഞ്ഞ കോഡിലെ ഡിസ്പ്ലേ എന്ന പാർട്ട് നമ്മൾക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളുടെ കോഡിൻ്റെ മെയിൻ പാർട്ടിലേക്ക് വരാം. ഒരു സെൻസർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആസ് പെർ പിൻ ഡയഗ്രാം സെൻസർ കണക്ട് ചെയ്തിട്ടുള്ളത് D6ലേക്കാണ്. അപ്പോൾ D6നെ ഇൻപുട്ട് ആക്കണം. D6 ഓൾറെഡി ഇൻപുട്ടാണ്, കാരണം നമ്മൾ പോർട്ട് D അതിലെ DDR-Dനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു പിന്ന് മാത്രം ഔട്ട്പുട്ട് ആക്കിയിട്ട് ബാക്കിയെല്ലാം ഇൻപുട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സെൻസർ സെൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് തന്നെ സെൻസ് ചെയ്യും. സെൻസ് ചെയ്യുമ്പോൾ നമുക്കതിനെ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കാം. ഇനീഷ്യൽ വാല്യൂ 0 കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ വൈൽ ലൂപ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു വൈൽ എഴുതാം. എന്നിട്ട് ഈ സെൻസറിനെ അഡ്രസ്സ് ചെയ്യാം. പോർട്ട് ഡിയിൽ 6 ആണല്ലേ?
വൈലിനകത്തൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, വൈൽ നോട്ട് പിൻ ഡി ആൻഡ് %0x40. ഇവിടെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം പിൻ ഡിൻ്റെ വാല്യൂ എടുക്കണം, 8 ബിറ്റ് വാല്യൂ ആയിരിക്കും. അതിനകത്ത് കിട്ടുന്ന വാല്യൂവിനെ 0x40 ആയിട്ട് ആൻഡ് ചെയ്യണം. ആൻഡ് ചെയ്യുമ്പോൾ 0x40 എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ, 01000000. അപ്പോൾ ഒരു 1 ഉള്ളൂ അല്ലേ, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ മാത്രം അവിടെ ഉണ്ടാവും, ബാക്കിയെല്ലാം 0 ആയി പോകും. കറക്റ്റ് നമ്മളുടെ സെൻസർ കണക്ട് ചെയ്ത പിന്നിനെ മാത്രം നമ്മൾ അവിടെ ഇൻപുട്ട് നിർത്തിയിട്ട് ബാക്കിയെല്ലാം 0 ആക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വയലിൽ നമ്മൾ അകത്തൊന്നും എഴുതിയിട്ടില്ല, ഒരു വയലും കൂടി എഴുതാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ മെയിൻ വയലിൻ്റെ അകത്ത് എഴുതിയാൽ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് വയൽ പറയുന്നത് ബട്ടൺ അല്ലെങ്കിൽ സെൻസർ ലോ ആയിരിക്കുന്നിടത്തോളം കാലം വയലിനകത്ത് എന്താണോ ഉള്ളത് അത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി എപ്പോഴെങ്കിലും സെൻസർ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസറിൻ്റെ ഔട്ട് ലോ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ഹൈ ഉള്ള സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഒന്നാമത്തെ വൈൽ ലൂപ്പ് കട്ടാവും, രണ്ടാമത്തെ വൈൽ ലൂപ്പിലേക്ക് വരും. ഇനി എത്ര നേരം ഹൈ ഉണ്ടോ അത്രയും നേരം രണ്ടാമത്തെ വൈൽ ലൂപ്പിനകത്ത് എഴുതിയത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഇനി വൈൽ ലൂപ്പിനകത്ത് എന്താ എഴുതേണ്ടത്, വൈൽ ലൂപ്പിനകത്ത് നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യണം. ആദ്യം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിലേ വേണം. കഴിഞ്ഞ പ്രോജക്റ്റിൽ നമ്മൾ ഡിസ്പ്ലേയും ഡിലേയും അതിനെ ലൂപ്പ് ചെയ്തതും ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ സെൻസ് ചെയ്യുന്നതിൻ്റെ ഒരു സൈക്കിൾ കഴിഞ്ഞു. ഇവിടെ നമുക്ക് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാം. നമുക്കിതിനെ കമ്പയർ ചെയ്ത് ഫ്ലാഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കൗണ്ട് വാല്യൂ 0 ആണ്. ഇനി നമ്മൾക്ക് സെൻസ് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ സെൻസ് ചെയ്യുന്നില്ല. നമുക്ക് സെൻസറിൽ ഒരു കാലിബ്രേഷനുണ്ട്. സെൻസറിലൊന്ന് കാലിബ്രേറ്റ് ചെയ്യാം. യെസ്, ഇപ്പോൾ സെൻസ് ചെയ്യുന്നുണ്ട്. എത്ര തവണ സെൻസ് ചെയ്തു അത്രയും തവണ കൗണ്ട് ചെയ്യുന്നുണ്ടല്ലേ. സോ ഇറ്റ് ഈസ് സെൻസിങ് ദ ഒബ്ജക്റ്റ് ആൻഡ് കൗണ്ടിങ്. റീസെറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഇത്രയും നേരം ശ്രദ്ധിക്കാതെ പോയ ഒരു 2 പിന്നിനെ അഡ്രസ്സ് ചെയ്യാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെഗ്മെൻറ്റിനെയും ഓൺ ഓഫ് ചെയ്യുന്ന കോമൺ 1 കോമൺ 2. ആസ് പെർ ഡയഗ്രാം ഇവിടെ നോക്കൂ, PC4-ലും 5-ലുമാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇവിടെ DDR-C നമ്മൾ ആക്ച്വലി അഡ്രസ്സ് ചെയ്തില്ലായിരുന്നു. അവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ പ്രശ്നം അറിഞ്ഞില്ല. നമുക്ക് ആവശ്യം DDR-C 5-ഉം 4-ഉം മാത്രം ഔട്ട്പുട്ട് ആക്കണം. ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡിസ്റ്റിങ് ചേഞ്ച് കാണുന്നില്ല അല്ലേ. ഓൾറെഡി ട്രാൻസിസ്റ്റർ ഉള്ളതുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് അവിടെ കൃത്യമായിട്ടും വർക്ക് നടന്നുകൊണ്ടിരുന്നു. ഇവിടെ ഫാക്ടറിയിലെ ഒരു കൺവെയർ ബെൽറ്റാണ് ഉള്ളതെങ്കിൽ കൺവെയർ ബെൽറ്റിലൂടെ വരുന്ന ഒബ്ജക്റ്റുകൾ നമ്മളിവിടെ കൗണ്ട് ചെയ്യണം, ഒരു സെൻസറിലൂടെ കൗണ്ട് ചെയ്യണം. നമുക്ക് നോക്കാം. ആറ് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, 6 എണ്ണം കൗണ്ട് ചെയ്തു അല്ലേ. വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ റിവേഴ്സിൽ നോക്കാം. യെസ്, സോ കോൺസെപ്റ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സെൻസർ ഉപയോഗിച്ചിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തു അല്ലേ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസിൻ്റെ ഇൻ്റർഫേസിംഗ് ആണ്. ഇനി മറ്റൊരു ഔട്ട്പുട്ട് പെരിഫറൽ, അതായത് OLED, അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.